ഹലോ കൂട്ടുകാരെ, വൈകുന്നേരം ഒരു മസാല ദോശ കഴിച്ചാലോ? മസാല ദോശ. നമ്മുടെ മാവ് കൊണ്ട് മാവ് റെഡി. ഇങ്ങനെ നമ്മുടെ പാലിനായിട്ടങ്ങ് ഒഴിക്കുക. അപ്പങ്ങളും പാടും അപ്പയ്ക്കും ചുട്ടമ്മായി അപ്പമായി അമ്മായി ചുട്ടത് മറിമുറിക്കാം. സൂപ്പറല്ലേ? അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡിയാണ്. നമുക്ക് നമ്മുടെ ഗീയും റെഡിയാണ്. അപ്പോൾ നമ്മൾ ഇത് റെഡി ആകുമ്പോഴത്തേക്കും ഇച്ചിരി എപ്പോഴും കട്ട പിടിച്ചല്ലേ ഇവിടെ ഇരിക്കുള്ളൂ. എന്നാലും കുഴപ്പമില്ല, ഇങ്ങോട്ടിടുമ്പോഴത്തേക്കും അവനങ്ങ് അലുത്തോളും. ഞൊടിയിടയിലല്ലേ, നൊടിയല്ല ഞൊടിയിടയിൽ മസാല ദോശ റെഡി. നമ്മുടെ കടയിൽ കിട്ടുന്നതിലൊക്കെ എത്രയോ ടേസ്റ്റാണ്, അടിപൊളിയാണ്. ചമ്മന്തി ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല. ഡ്യൂട്ടി കഴിഞ്ഞ് ഇന്ന് നമുക്ക് 9:30 വന്ന് മസാല ദോശ ഉണ്ടാക്കുന്ന ഭാഗമാണ് നിങ്ങൾ ഈ കാണുന്നത്. അതാണ് ഇത്ര ഒന്നും കഷ്ടപ്പെടാത്തതാണ്. ഇപ്പോൾ റെഡി സ്റ്റഡി അതാകുന്നു. മസാല റെഡി ആയിട്ടുണ്ട്. ആർക്കെങ്കിലും എൻ്റെ സ്പെഷ്യൽ മസാല ദോശ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ആർക്കെങ്കിലും അറിയണമെങ്കിൽ പറഞ്ഞു തരാമേ മറ്റൊരു വീഡിയോയിൽ. നമ്മുടെ മസാല ഇങ്ങനെ നടുക്ക് വെക്കുക. സ്പൂൺ അത്ര ശരിയായില്ല. എനിക്ക് ഈ മസാല നടുക്ക് ഇങ്ങനെ ഒത്തിരി വെക്കുന്ന ഇഷ്ടമല്ല. അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ നേരെ ഇങ്ങനെ ഇച്ചിരി നേരെ വെക്കും. അപ്പം അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ കഴിക്കാൻ തുടങ്ങുന്ന പോലെ നമുക്ക് മസാല കിട്ടുമല്ലോ. മറ്റേ എല്ലാം കൂടെ നടുക്ക് നിന്ന് വെച്ച് നടുക്ക് ഇരുന്ന് കഷ്ടപ്പെടും അത് മാത്രം കഴിക്കാൻ. ഞാനിങ്ങനെ ഇവനെ ഇങ്ങനെ നിരത്തി വെക്കും. കാരണം നമ്മുടെ മസാല ദോശ നല്ല അടിപൊളിയായിട്ട് മുരിഞ്ഞു. അപ്പോൾ ഇനി എന്ത് ചെയ്യാം, കണ്ട വിട്ടു വരുന്നുണ്ട് നല്ല സുന്ദരമായിട്ട്. പാത്രം എടുക്കൂ മക്കളെ. ഉരുട്ടി വേണേ എടുക്കാം, ത്രികോണമായിട്ട് വേണേ എടുക്കാം. ഇങ്ങനെ ജസ്റ്റ് അപ്പുറത്തും ഇപ്പുറത്തും അടച്ചു കൊടുക്കാം. നമുക്ക് ഉരുട്ടിയാലോ? നല്ല മുരിഞ്ഞ മസാല ദോശ. മുരിഞ്ഞ മസാല ദോശ റെഡി മക്കളെ. നിങ്ങൾ പോരുന്നോ? ഇതുകൊണ്ടോ ആയി ഉറക്കുന്നുണ്ടോ? വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.